Hi, welcome to Renisha CS Edu World. നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഒരു സ്പാർസ് മെട്രിക്സിനെ എങ്ങനെയാണ് അറേക്കകത്ത് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ വാട്ട്സ് മീൻ ബൈ സ്പാർസ് മെട്രിക്സ്? സ്പാർസ് മെട്രിക്സ് പറഞ്ഞെങ്കിൽ ഇൻ ആൻ അറേ മജോറിറ്റി ഓഫ് എലിമെന്റ്സ് ആർ സീറോസ്. ഒരു അറേക്കകത്തെ ഓൾമോസ്റ്റ് എല്ലാ എലിമെന്റും സീറോ ആണെങ്കിൽ, മജോറിറ്റി വരുന്ന എലിമെന്റ്സ് സീറോ ആണെങ്കിൽ അതിനെയാണ് സ്പാർസ് മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ സീറോസ് ഉണ്ടെങ്കിൽ ആ സീറോസിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് കൊണ്ട് സ്പേസ് അവിടെ പോകും. കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് ടൈം അവിടെ പോകും. അല്ലെ, ഈ സീറോസിനെ പിന്നെ കമ്പ്യൂട്ട് ചെയ്യണമെങ്കിൽ പിന്നെ ടൈം പോകും. അപ്പൊ അങ്ങനെ ഉള്ള രണ്ട് കാര്യങ്ങൾ വരുന്നുണ്ട്. സ്പേസ്, ഈ സീറോസ് വെറുതെ കൊണ്ട് വെക്കുവാണ്, അത് യൂസ് ഇല്ല. അപ്പൊ അങ്ങനെ കൊണ്ട് വെക്കുമ്പോ ഇപ്പം ഒരു ലാർജ് മെട്രിക്സ് ആണെന്ന് വിചാരിക്കുക, സ്പാർസ് മെട്രിക്സ് 100x100 ഉള്ള ഒരു മെട്രിക്സ് ആണെങ്കിൽ അതിൻ്റെ അകത്ത് ഒരു നോൺ സീറോ എലിമെന്റ് വരുന്നത് ഒരു 5 വരുന്നുള്ളൂ. ബാക്കിയുള്ളതെല്ലാം സീറോസ് ആണെങ്കിൽ നമ്മൾ എന്തുമാത്രം മെമ്മറി അവിടെ വേസ്റ്റ് ആയി പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെ സീറോസ് ഉണ്ടെങ്കിൽ അത് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ മെമ്മറി അവിടെ വേസ്റ്റേജ് ആണ്. അല്ലാതെ നമ്മൾ എന്തെങ്കിലും ഒരു കമ്പ്യൂട്ടേഷൻ പെർഫോം ചെയ്യുക, അഡീഷനോ മൾട്ടിപ്ലിക്കേഷനോ എന്തെങ്കിലും ചെയ്യുവാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ കമ്പ്യൂട്ടേഷൻ ടൈമും വളരെ കൂടുതലായിട്ട് വേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ള ഈ മജോറിറ്റി ഓഫ് സീറോസിനെ എലിമിനേറ്റ് ചെയ്യുക. അപ്പൊ അതിനെ എടുത്ത് മാറ്റിയിട്ട് നമ്മൾ വേറെ ഒരു അറേക്കകത്ത് നോൺ സീറോ എലിമെന്റ്സിനെ സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ പറയാൻ പോകുന്നത്. ദിസ് ഇസ് an example of sparse matrix. Consider this matrix. It is a 4x4 matrix. Okay, ഇതൊരു 4x4 matrix ആണ്. 4 rows ഉണ്ട്, 4 columns ഉണ്ട്. ഇതിനകത്ത് majority of elements എന്താണ്? സീറോസ് ആണ്. ഇവിടെ 3 എലിമെന്റ് മാത്രമേ ഉള്ളൂ നോൺ സീറോ എലിമെന്റ്. കണ്ടോ? അപ്പം ഇങ്ങനെ ഒരു മെട്രിക്സിനെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോഴത്തേക്ക് ഈ സീറോസ് വെറുതെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അവിടെ സ്പേസ് അത് പോകും. അതാണ് ഞാൻ ഒരു കാര്യം പറഞ്ഞത്. അപ്പൊ ഇതിപ്പം ഒരു 4x4 ആയതുകൊണ്ട് ഇതിനകത്ത് വലിയൊരു കോംപ്ലക്സിറ്റിക്ക് അത് വ്യത്യാസമൊന്നും വരില്ല. പക്ഷെ ഒരു ലാർജ് മെട്രിക്സ് ആണ് എന്നുണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ട് അതിനെ അഫക്റ്റ് ചെയ്യും. സ്പേസ്, ഓക്കെ, കമ്പ്യൂട്ടേഷൻ ടൈം, ഇതൊക്കെ ഇതിനെ അഫക്റ്റ് ചെയ്യും. അപ്പൊ ഇങ്ങനെ ഉണ്ടെങ്കിൽ, ഇങ്ങനെ തന്നിരിക്കുന്ന ഒരു മെട്രിക്സിനെ നമ്മൾ എന്ത് ചെയ്യുക? അതൊരു സ്പാർസ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുക. അപ്പൊ അതാണ് അറേ റെപ്രസെന്റേഷനും ഉണ്ട്. ഇതിന്റെ അകത്ത് സ്പാർസ് മെട്രിക്സിനെ നമുക്ക് രണ്ട് രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം. അറേ റെപ്രസെന്റേഷനും ഉണ്ട്, ലിങ്ക് ലിസ്റ്റ് റെപ്രസെന്റേഷനും ഉണ്ട്. നമ്മളിവിടെ അറേ റെപ്രസെന്റേഷൻ ആണ് പറയുന്നത്. അറേ റെപ്രസെന്റേഷന്റെ അകത്ത് നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇതിപ്പോ ഒരു മെട്രിക്സ് എ എന്ന് പറഞ്ഞിട്ടുള്ള മെട്രിക്സ് ആണെന്നിരിക്കട്ടെ. ഓക്കെ, എ എന്ന് പറഞ്ഞിട്ടുള്ള സ്പാർസ് മെട്രിക്സ് ആണ്. സ്പാർസ് മെട്രിക്സ് പറഞ്ഞാൽ മെജോറിറ്റി ഓഫ് എലിമെന്റ്സ് സീറോ ആണ്. അപ്പം ഇതിനെ നമുക്ക് അറേക്കകത്തോട്ട് റെപ്രസെന്റ് ചെയ്യണം. എങ്ങനെയാണ് അറേക്കകത്തോട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്? ഓക്കെ, അപ്പം ഈ സ്പാർസ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ, അതായത് ഇതിനെ സ്പാർസ് മെട്രിക്സിനെ അറേയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോ, അതാണ് സ്പാർസ് ഫോം എന്ന് പറയുന്നത്. സ്പാർസ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പം ആ അറേക്ക് 3 കോളംസ് ആയിരിക്കും ഉണ്ടാവുക. അറേയുടെ കോളംസ് എന്ന് പറയുന്നത് 3 ആയിരിക്കും. നമ്പർ ഓഫ് റോസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് നോൺ സീറോ വാല്യൂ പ്ലസ് 1 ആയിരിക്കും. ഓക്കെ, നമ്മൾ മെട്രിക്സിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ആ മെട്രിക്സിന്റെ നമ്പർ ഓഫ് കോളം എന്ന് പറയുന്നത് ഈക്വൽ ടു 3 ആൻഡ് നമ്പർ ഓഫ് റോസ് ഈസ് ഈക്വൽ ടു ദ നമ്പർ ഓഫ് നോൺ സീറോ എലിമെന്റ് പ്ലസ് 1 ആയിരിക്കും. നമ്പർ ഓഫ് കോളം ഈസ് ഈക്വൽ ടു 3. അതായത് സ്പാർസ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന മെട്രിക്സിന്റെ കോളത്തിന്റെ സൈസ് എന്ന് പറയുന്നത് 3 ആയിരിക്കും. നമ്പർ ഓഫ് റോസ് ഈസ് ഈക്വൽ ടു the number of non-zero value plus 1 ആയിരിക്കും. അപ്പം ഇതൊരു സ്പാർസ് ഫോമിലുള്ള മെട്രിക്സ് ആണെങ്കിൽ ഇതിന് 3 കോളംസ് ആയിരിക്കും ഉണ്ടാവുക. 0, 1, 2 എന്ന് പറഞ്ഞിട്ട് 3 കോളംസ് കാണും. റോസ് എന്ന് പറയുന്നത് എന്താണ് പറഞ്ഞത്? നമ്പർ ഓഫ് നോൺ സീറോ വാല്യൂ പ്ലസ് 1 എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇതിന്റെ അകത്ത് എത്ര നോൺ സീറോ വാല്യൂ ഉണ്ടെന്ന് നോക്കുക. ഇതിനകത്ത് നമ്പർ ഓഫ് നോൺ സീറോ വാല്യൂ എന്ന് പറഞ്ഞിട്ട് 1, 2, 3.
ഓക്കെ, 3 നോൺ സീറോ വാല്യൂ ആണ് ഉള്ളത്. അതിനേക്കാളും ഒന്ന് കൂടുതലായിരിക്കും നമ്പർ ഓഫ് റോസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എത്ര കാണും? 0, 1, 2, 3, 4 റോസ് കാണും. മനസ്സിലായോ? നമ്പർ ഓഫ് കോളം ഇസ് ഈക്വൽ ടു 3 ആയിരിക്കും എല്ലാത്തിന്റെയും. നമ്പർ ഓഫ് റോസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു ദ നമ്പർ ഓഫ് നോൺ സീറോ വാല്യൂ പ്ലസ് 1. അപ്പൊ ഇവിടെ നോൺ സീറോ വാല്യൂ 1, 2, 3 നോൺ സീറോ വാല്യൂ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്ന മെട്രിക്സിനുള്ളത്. അതുകൊണ്ട് 3 + 1 4 ആയിരിക്കും അതിന്റെ നമ്പർ ഓഫ് റോസ് എന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് എങ്ങനെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് എന്നുള്ളതാണ്. ഇത് ഫസ്റ്റ് കോളത്തിന്റെ അകത്ത് ഇതാണ് 0th കോളം. 0th കോളത്തിന്റെ അകത്ത് സ്റ്റോർ ചെയ്യുന്നത് നോൺ സീറോ വാല്യൂന്റെ കോളം ഏതാണോ ആ പൊസിഷൻ ആയിരിക്കും ഇവിടെ കൊടുക്കുന്നത്. നോൺ സീറോ വാല്യൂന്റെ റോ പൊസിഷൻ ആണ് ഇവിടെ കൊടുക്കുന്നത് 0th കോളത്തിന്റെ അകത്ത് കൊടുക്കുന്നത്. ഫസ്റ്റ് കോളത്തിന്റെ അകത്ത് കൊടുക്കുന്നത് നോൺ സീറോ വാല്യൂന്റെ കോളം. എത്രാമത്തെ കോളത്തിലാണ് ആ നോൺ സീറോ വാല്യൂ കിടക്കുന്നത് അതാണ് ഇവിടെ കൊടുക്കുന്നത്. കോളം 1ന്റെ അകത്ത് കൊടുക്കുന്നത്. കോളം 2ന്റെ അകത്ത് കൊടുക്കുന്നത് ആ നോൺ സീറോ വാല്യൂ ഏതാണോ അതാണ് കൊടുക്കുന്നത്. കോളം 0ക്കകത്ത് ഇൻഡെക്സ് ഓഫ് റോ വേർ നോൺ സീറോ എലിമെന്റ് ഈസ് ലൊക്കേറ്റഡ്. ആ നോൺ സീറോ എലിമെന്റ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന റോയുടെ ഇൻഡെക്സ് ആണ് നമ്മൾ കോളം 0ക്കകത്ത് എഴുതേണ്ടത്. കോളം 1ന്റെ അകത്ത് എഴുതേണ്ടത് ഇൻഡെക്സ് ഓഫ് കോളം വേർ നോൺ സീറോ എലിമെന്റ് ഈസ് ലൊക്കേറ്റഡ്. നോൺ സീറോ എലിമെന്റ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന കോളത്തിന്റെ ഇൻഡെക്സ് ആണ് എഴുതേണ്ടത്. ഇനി കോളം 2ന്റെ അകത്ത് സ്പാർസ് ഫോമിലുള്ള കോളം 2 മെട്രിക്സിന്റെ കോളം 2ന്റെ അകത്ത് എഴുതേണ്ടത് നോൺ സീറോ വാല്യൂ ആണ് എഴുതേണ്ടത്. അപ്പൊ ഇതെങ്ങനെയാണ് എഴുതുന്നത് നോക്കാം. അപ്പൊ നമ്മൾ എഴുതുമ്പോൾ ഒരു കാര്യം വിടുക, ഇതിന്റെ ഫസ്റ്റ് റോയ്ക്കകത്തുള്ളത് എഴുതണ്ട. ഓക്കെ, അതെന്താ എഴുതണ്ടെന്ന് പറയാം. ഇത് റിമൈനിങ് റോ 0ക്കകത്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഒഴിച്ച് ബാക്കിയുള്ള റോസിലാണ് ഈ ഒരു മെത്തേഡിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം റോ 0യിൽ എന്തായിരിക്കും സ്റ്റോർ ചെയ്യുക? റോ 0യില് ഓക്കെ, റോ 0 അതായത് ഫസ്റ്റ് 0th റോയ്ക്കകത്ത് കോളം 0ക്കകത്ത് നമ്മൾ എന്ത് എഴുതണം? നമ്പർ ഓഫ് റോസ് എന്ന് പറഞ്ഞെങ്കിൽ ഈ മെട്രിക്സ് സ്പാർസ് മെട്രിക്സിന്റെ എത്ര നമ്പർ ഓഫ് റോസ് ഉണ്ടെന്നുള്ളതാണ് 0th കോളത്തിനകത്ത് എഴുതേണ്ടത്. കോളം 1ന്റെ അകത്ത് നമ്പർ ഓഫ് കോളം, എത്ര നമ്പർ ഓഫ് കോളം ഉണ്ടെന്ന് എഴുതണം. ഇനി കോളം 2ന്റെ അകത്ത് നമ്പർ ഓഫ് നോൺ സീറോ വാല്യൂ. ഓക്കെ, അതാണ് റോ 0ക്കകത്ത് നമ്മൾ എഴുതേണ്ടത്. റിമൈനിങ് റോസിന്റെ അകത്ത് എന്താ എഴുതേണ്ടത് ഞാൻ പറഞ്ഞു. അപ്പൊ ഇതിന്റെ അകത്ത് എങ്ങനെയാണ് അപ്പൊ എഴുതേണ്ടത്? റോ 0യില് എന്ത് എഴുതണമെന്നാ പറഞ്ഞത്? ഈ ഒരു റോ 0 എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇവിടെ 0th കോളത്തിന്റെ അകത്ത് എന്ത് എഴുതണം? ദ നമ്പർ ഓഫ് റോസ്. ഓക്കെ, അപ്പൊ ഇവിടെ 0, 1, 2, 3, ഇവിടെ 0, 1, 2, 3. ഓക്കെ, അപ്പൊ എത്ര എണ്ണം ഉണ്ട്? ദിസ് ഈസ് 4x4 മെട്രിക്സ് ആണ്. അപ്പൊ 4 റോസും 4 കോളംസും ആണ് ഉള്ളത്. അപ്പൊ ഇവിടെ 0th കോളത്തിനകത്ത് എഴുതേണ്ടത് നമ്പർ ഓഫ് റോസ്. എത്ര നമ്പർ ഓഫ് റോസ് ഉണ്ട്? ഓക്കെ, 4 നമ്പർ ഓഫ് റോസ്. ഫസ്റ്റ് കോളത്ത് 0th റോ ഫസ്റ്റ് കോളത്തിനകത്ത് എഴുതേണ്ടത് നമ്പർ ഓഫ് കോളംസ്. നമ്പർ ഓഫ് കോളംസ് എത്ര ഉണ്ട്? 4. ഇനി ഇവിടെ എഴുതേണ്ടത് നമ്പർ ഓഫ് നോൺ സീറോ വാല്യൂ ആണ്. നമ്പർ ഓഫ് നോൺ സീറോ വാല്യൂ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 1, 2, 3. ഓക്കെ, അത് വേണം കോളം 2ന്റെ അകത്ത് എഴുതാൻ. 0th റോ കോളം 2ന്റെ അകത്ത് എഴുതാൻ നമ്പർ ഓഫ് നോൺ സീറോ വാല്യൂസ് ആണ്. അപ്പം 0th റോയിൽ എന്താ എഴുതേണ്ടെന്നുള്ളത് മനസ്സിലായോ? ഫസ്റ്റ് നമ്മൾ എഴുതിയത് നമ്പർ ഓഫ് റോസ്. ഓക്കെ, ഇതാണ് എഴുതിയത്. നെക്സ്റ്റ് നമ്പർ ഓഫ് കോളം. ഓക്കെ, ഇത് എഴുതി. ഇനി നെക്സ്റ്റ് നമ്മൾ എഴുതേണ്ടത് നമ്പർ ഓഫ് നോൺ സീറോ വാല്യൂ. അതാണ് കോളം 2ൽ എഴുതേണ്ടത്. ഇറ്റ് ഈസ് ഈക്വൽ ടു 3. 1, 2, 3. ഓക്കെ, 0th റോ ഒഴിച്ച് ബാക്കിയുള്ളതിൻ്റെ അകത്ത് എന്താണ് എഴുതേണ്ടത്?
ഫസ്റ്റ് കോളം, അതായത് ഫസ്റ്റ് കോളം എന്ന് പറയുന്നത് ഇതാണ്. ഫസ്റ്റ് കോളത്തിൽ എന്ത് എഴുതണം? നോൺ സീറോ എലിമെന്റ്. ഫസ്റ്റ് നോൺ സീറോ എലിമെന്റ് ഇവിടെ അല്ലേ കിടക്കുന്നത്, അതായത് 2 ആ. ഇതിന്റെ റോ വാല്യൂ എഴുതണം. റോ ഏതാണിത്? 0-യിലാണ് കിടക്കുന്നത്, 2 ആണ് കോളം. അപ്പൊ ഇങ്ങനെ എഴുതണം, 0 എഴുതണം. ഓക്കെ, 0th കോളത്തിന്റെ അകത്ത് ഈ നോൺ സീറോ വാല്യൂന്റെ കോളം എഴുതി, സോറി റോ എഴുതി ആദ്യം. ഇനിയും നെക്സ്റ്റ് എഴുതേണ്ടത് ഈ നോൺ സീറോ വാല്യൂന്റെ കോളം എഴുതണം. കോളം ഏതാണ്? സെക്കൻഡ്, 2 ആണ് വരിക. സെക്കൻഡ് കോളത്തിന്റെ അകത്ത് എഴുതേണ്ടത് നോൺ സീറോ വാല്യൂ ഏതാണോ അത് എഴുതണം. ഓക്കെ, ഇനി നെക്സ്റ്റ് നോൺ സീറോ വാല്യൂ ഏതാന്ന് നോക്കുക. ഇതാണ് ഇവിടുത്തെ നെക്സ്റ്റ് നോൺ സീറോ വാല്യൂ. അപ്പൊ ഇതിന്റെ റോ വാല്യൂ വേണം ഇവിടെ എഴുതാൻ. ഇതിന്റെ റോ വാല്യൂ 2. ഇതിന്റെ കോളം വാല്യൂ എഴുതണം. കോളം വാല്യൂ 1. നോൺ സീറോ എലിമെന്റ്, നോൺ സീറോ എലിമെന്റ് എന്ന് പറഞ്ഞാൽ ഈ എലിമെന്റിനെയാണ് പറയുന്നത്, അത് 1. ഇനി നെക്സ്റ്റ് വരുന്ന നോൺ സീറോ എലിമെന്റ് എവിടാ നോക്കുക, ഇതാണ്. അപ്പൊ ഇതിന്റെ റോ വാല്യൂ വേണം ആദ്യം എഴുതാൻ, റോ വാല്യൂ 3. നെക്സ്റ്റ് കോളം വാല്യൂ എഴുതണം. കോളത്തിൽ ഏത് കോളത്തിലാണ്? 3. നോൺ സീറോ വാല്യൂ 4. ഓക്കെ, ഇതാണ് അറേ റെപ്രസെന്റേഷൻ ഓഫ് സ്പാർസ് മാട്രിക്സ്. മനസ്സിലായോ? ഇങ്ങനെയാണ് ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എഴുതിയത്. 0th റോയ്ക്കകത്ത് ആദ്യം മെട്രിക്സിന്റെ റോ നമ്പർ ഓഫ് റോസ്, പിന്നെ ഇവിടെ നമ്പർ ഓഫ് കോളംസ്, പിന്നെ എത്ര നമ്പർ ഓഫ് നോൺ സീറോ വാല്യൂ ഉണ്ട് അത് എഴുതി. റിമൈനിങ് റോസിന്റെ അകത്ത് നോൺ സീറോ വാല്യൂന്റെ റോ ഇൻഡെക്സ് എഴുതി, നെക്സ്റ്റ് കോളം ഇൻഡെക്സ് എഴുതി, ദെൻ നോൺ സീറോ വാല്യൂ എഴുതി. അങ്ങനെ അതിൻ്റെ അകത്തുള്ള എലിമെന്റുകൾ ഫുള്ള് എഴുതി. ഇങ്ങനെയാണ് ഒരു സ്പാർസ് മെട്രിക്സിനെ അറേക്കകത്ത് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ സ്പാർസ് മെട്രിക്സിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോഗ്രാം എഴുതിയിരിക്കുന്നത്. ഞാനൊരു സ്പാർസ് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷന്റെ അകത്താണ് ആ സ്പാർസ് മെട്രിക്സിലെ കൺവേർട്ട് ചെയ്യുന്ന ആ പ്രോഗ്രാം എഴുതിയിരിക്കുന്നത്. അപ്പൊ ഓൾഡ് സ്പാർസ് എന്ന് പറഞ്ഞിട്ടൊരു മെട്രിക്സ് ആയിട്ടാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ഇൻഡി എ ഓഫ് 10 10. എ ഓഫ് 10 എന്ന് പറഞ്ഞ എ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് അറയാണ്. സി ഓഫ് 10, സി ആണ് റിസൾട്ടന്റ് അറേ. സ്പാർസ് ഫോമിലോട്ട് കിട്ടണ്ടേ, നമ്മൾ അറയിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് കിട്ടേണ്ടതാണ് ഈ സി എന്ന് പറയുന്നത്. ആ സിക്കകത്ത് എന്തൊക്കെയുണ്ട്? റോസ് 10 ആയിട്ട് തന്നെ കൊടുത്തു. കോളം എന്ന് പറയുന്നത് 3 അല്ലെ, 3 കോളമേ ഉള്ളെന്ന് പറഞ്ഞു, അത് അവിടെ കൊടുത്തു. പിന്നെ ഐ എന്ന് പറയുന്നത് മെട്രിക്സിന്റെ, നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് മെട്രിക്സിന്റെ റോയും കോളവും കാണിക്കാനായിട്ട് വേണ്ടിയുള്ളതാണ്. റോയും കോളവും കാണിക്കുന്നത് ഇവിടെ എമ്മും എന്നും ആണ്. അല്ലാതെ 2 വേരിയബിൾ അക്സസ് ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുന്നു. നമ്മുടെ റിസൾട്ടന്റ് അറേ സി എന്ന് പറഞ്ഞിരിക്കുന്ന അറേയുടെ റോസിനെ കാണിക്കാനായിട്ടാണ് കെ കൊടുത്തേക്കുന്നത്. കെയുടെ ഇനിഷ്യൽ വാല്യൂ 1 ആണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഇനി എന്റർ ദ നമ്പർ ഓഫ് റോസ് ആൻഡ് കോളംസ്, നമ്മൾ കൊടുക്കുന്ന മെട്രിക്സ്, ഇൻപുട്ട് കൊടുക്കുന്ന മെട്രിക്സിന്റെ റോയും കോളവും റീഡ് ചെയ്തു. സ്കാനർ പെർസെന്റേജ് ഡി ആംപർസെന്റ് എം കോമ ആംപർസെന്റ് എൻ. ഓക്കെ, നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഈ ആംപർസെന്റ് ഡിക്ക് ഇടയ്ക്ക് യാതൊരു കാരണവശാലും സ്പേസോ അല്ലെ സ്ലാഷോ ഉള്ളതൊന്നും കൊടുക്കാൻ പാടില്ല. എറർ കാണിക്കത്തില്ല, പക്ഷെങ്കിൽ നമുക്ക് ഇൻപുട്ട് കറക്റ്റ് ആയിട്ട്, ഔട്ട്പുട്ട് കറക്റ്റ് ആയിട്ട് കിട്ടത്തില്ല, അത് റീഡ് ചെയ്യത്തില്ല, കറക്റ്റ് ആയിട്ട് അയക്കത്തില്ല, ഇൻപുട്ട് റീഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവിടെ അങ്ങനെ പറ്റുന്നത്. ഓക്കെ, അപ്പം നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് മെട്രിക്സിന്റെ റോസ് എമ്മും കോളം എന്നും ആണ്. നമുക്ക് ആ മെട്രിക്സിന്റെ ഓരോ എലിമെന്റും എടുക്കാനായിട്ട് നിങ്ങൾ നേരത്തെ ഓൾറെഡി പഠിച്ചതാണ്. സിക്കകത്ത് 2 ഫോർ ലൂപ്പ് യൂസ് ചെയ്യണം. 2 ഫോർ ലൂപ്പ്, ആദ്യത്തെ ഫോർ ലൂപ്പ് എന്ന് പറയുന്നത് റോയെ റെപ്രസെന്റ് ചെയ്യുന്നത്, സെക്കൻഡ് എന്ന് പറയുന്നത് കോളത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. എന്നിട്ട് എന്ത് ചെയ്യാം, നമ്മൾ ആ അരയെ റീഡ് ചെയ്തു. അരയെ റീഡ് ചെയ്ത് എടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും അരേ. ഓക്കെ, ഇങ്ങനെ ഒരു അരയെ നമ്മൾ റീഡ് ചെയ്തു. റീഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സ്പാർസ് ഫോമിലോട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ടത്, അതായത് അരയിലോട്ട് റെപ്രസെന്റ് ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനാണെങ്കിൽ എന്ത് ചെയ്യണം, ഈ റീഡ് ചെയ്ത അരയുടെ ഓരോ എലിമെന്റും നമ്മൾ എടുത്ത് നോക്കണം. ആ എടുക്കുന്ന എലിമെന്റ് നോൺ സീറോ എലിമെന്റ് ആണെന്ന് നോക്കണം. നോൺ സീറോ എലിമെന്റ് ആണെന്ന് എങ്ങനെയാ നോക്കുന്നത്, നമ്മൾ എടുക്കുന്ന എലിമെന്റ് നോട്ട് ഈക്വൽ ടു 0 ആണോ നോക്കുക, അതാ പറഞ്ഞേ. അപ്പം അരയുടെ ഓരോ എലിമെന്റും എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് വേണം, 2 ഫോർ ലൂപ്പ് വേണം. 2 ഡയമെൻഷണൽ അരയാണ്, അപ്പൊ 2 ഫോർ ലൂപ്പ് വേണം. ഫസ്റ്റ് ഫോർ ലൂപ്പിനകത്ത് നമ്മൾ കൊടുക്കേണ്ടത്
റോസിനെ അസസ് ചെയ്യാനായിട്ടുള്ളതാണ്. സെക്കൻഡിന്റെ അകത്ത് കൊടുക്കേണ്ടത് കോളമാണ്. ഓക്കെ, അങ്ങനെ രണ്ടെണ്ണം കൊടുത്തു. ഇനി ഇഫ് എ ഓഫ് ഐ ജെ എന്ന് പറയുമ്പോൾ ഇതിന്റെ അകത്ത് ഓരോ എലിമെന്റും എടുക്കും. ഓക്കെ, അപ്പം ഇതിന്റെ അകത്ത് ഓരോ എലിമെന്റും എടുത്തു. ആ ഓരോ എലിമെന്റും എടുത്തത് ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു 0 ആണോ നോക്കും. ഓക്കെ, അപ്പൊ ഇവിടെ ആദ്യം ഒരെണ്ണം ഞാൻ പറഞ്ഞുതരാം. എല്ലാം കൂടെ എങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒരു 1-2 വാല്യൂ കാണിച്ചു തരാം. പിന്നെ അതേ രീതി തന്നെയാണ് എടുക്കുന്നത്. നിങ്ങൾ ഓൾറെഡി സി പഠിച്ചതല്ലേ. സിക്കകത്ത് എങ്ങനെയാണ് നമ്മൾ ഓരോ എലിമെന്റും എടുക്കുന്നത് എന്നുള്ളത് പഠിച്ചിട്ടാണ് വരുന്നത്. അപ്പൊ ഇവിടെ ഫോർ ഐ ഈസ് ഈക്വൽ ടു 0, ഐ ലെസ് ദാൻ എം, ഐ പ്ലസ് പ്ലസ് എന്നാ പറഞ്ഞിരിക്കുന്നത്. ഫോർ ജെ ഈക്വൽ ടു 0, ജെ ലെസ് ദാൻ എം, ജെ പ്ലസ് പ്ലസ്. അപ്പം ഇവിടെ ആദ്യം ഐയുടെ വാല്യൂ 0 ആണ്. ഓക്കെ, ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യും ട്രൂ ആണോ. യെസ് ആണെങ്കിൽ ഇത് ഇങ്ങോട്ട് വരും. ഇപ്പൊ ഐയുടെ വാല്യൂ 0 ആണ്. അപ്പൊ ഫോർ ജെ ഈസ് ഈക്വൽ ടു 0 എന്നാകും വരിക. അപ്പൊ ഫോർ ജെ ഈക്വൽ ടു 0, ജെ ലെസ് ദാൻ എൻ. ഓക്കെ, എന്നിന്റെ വാല്യൂ എത്ര ആണോ, ഇപ്പൊ ഇവിടെ 4 ആണ്, ഇവിടെ 4 ആണ് നമ്മുടെ ഈ എക്സാമ്പിൾ വെച്ച് കൊടുത്തേക്കുന്നത്. അപ്പൊ ഇവിടെ 4, ഇവിടെ 4. ഇപ്പൊ ഈ കണ്ടീഷൻ ട്രൂ ആണ്. ട്രൂ ആണെങ്കിൽ അത് അങ്ങോട്ട് പോകും. ഇഫ് എ ഓഫ് 0 0 എന്ന് എടുക്കുന്നത്, ഐയുടെ വാല്യൂ 0, ജെയുടെ വാല്യൂ 0. അപ്പൊ ഈ ഫസ്റ്റ് ഈ എലിമെന്റ് ആണ് എടുക്കുന്നത്. അത് നോട്ട് ഈക്വൽ ടു 0 ആണോ നോക്കും. യെസ് ആണെങ്കിൽ, ഓക്കെ, നോട്ട് ഈക്വൽ 0 ആണോ നോക്കും. കണ്ടീഷൻ ഈസ് ഫോൾസ്. കണ്ടീഷൻ ഫോൾസ് ആണ്. ഫോൾസ് ആണെങ്കിൽ ഇഫ് ലൂപ്പിന്റെ അകത്ത് കയറി, ഇഫ് സ്റ്റേറ്റ്മെന്റ് അകത്തോട്ട് കയറുമോ, ബാക്കി സ്റ്റേറ്റ്മെന്റ് ഇഫിന്റെ അകത്ത് എക്സിക്യൂട്ട് ചെയ്യില്ല. അത് നേരെ ഇങ്ങോട്ട് വരും. എവിടോട്ടാ വരുന്നത്, ജെ ലൂപ്പിന്റെ അകത്ത്. 4 ജെയ്ക്കകത്ത് കിടക്കുന്നിടത്തോട്ടാ വരുന്നത്. ഓക്കെ, ജെയുടെ വാല്യൂ അടുത്ത ഇൻക്രിമെന്റ് ആവും 1 ആവും. കണ്ടീഷൻ ചെക്ക് ചെയ്യും ട്രൂ ആണോ എന്ന്. യെസ് ആണെങ്കിൽ പിന്നെ അവിടെ പോകും. എ ഓഫ് 0 1 എടുക്കുന്നത്. എ ഓഫ് 0 1 എന്ന് പറയുമ്പോൾ ഇതാണ് എടുക്കുന്നത്. അത് നോട്ട് ഈക്വൽ ടു 0 ആണോ നോക്കും. കണ്ടീഷൻ ഈസ് ഫോൾസ് അല്ലെ. നോട്ട് ഈക്വൽ 0, നോട്ട് ഈക്വൽ 0 ആണോ, അല്ല. ഓക്കെ, അപ്പൊ കണ്ടീഷൻ ഫോൾസ് ആണ്. അതുകൊണ്ട് ഇത് എക്സിക്യൂട്ട് ചെയ്യത്തില്ല. നേരെ ഇത് പിന്നെ ഇങ്ങോട്ട് വരും. ജെയുടെ വാല്യൂ ഇൻക്രിമെന്റ് ആവും. ജെയുടെ വാല്യൂ ഇൻക്രിമെന്റ് ആവുമ്പോഴത്തേന് 2 ആവും. ഓക്കെ, അത് നേരെ ഇങ്ങോട്ട് വരും. പിന്നെ ഇഫ് എ ഓഫ് 0 2 എന്ന് വരും. എ ഓഫ് 0 2 എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, എ ഓഫ് 0 2 ഈസ് 2. ഓക്കെ, അപ്പൊ കണ്ടീഷൻ എന്താണ്, ട്രൂ ആണ്. ട്രൂ ആണെങ്കിൽ ഇതിന്റെ അകത്തോട്ട് കയറും. സി ആണ് നമ്മുടെ റിസൾട്ടന്റ് അറേ. അവിടെ എന്ത് ചെയ്യും, സി ഓഫ് കെയുടെ വാല്യൂ 1 ആണ്. സി ഓഫ് കെ 0 ഈസ് ഈക്വൽ ടു ഐ. കെ ഓഫ് കെ 0 ഈസ് ഈക്വൽ ടു ഐ എന്ന് പറയുമ്പോൾ ഇതാണ് കെയുടെ വാല്യൂ 1 എന്ന് പറയുമ്പോൾ റോയുടെ വാല്യൂ 1 ആണ്. K0 is equal to എന്ത് വരണം, ഐയുടെ വാല്യൂ. ഐയുടെ വാല്യൂ ഇവിടെ എന്താണ്, 0 ആണ് അല്ലെ. 0 2 ആണ് നമ്മൾ എടുത്തത് ഇപ്പൊ, എ ഓഫ് 0 2. അപ്പൊ ഐയുടെ വാല്യൂ ഇവിടെ എന്താ 0 ആണ്. നേരെ അടുത്ത പൊസിഷൻ വരെ സി ഓഫ് 1 1 is equal to J. ഓക്കെ, സി ഓഫ് 1 1 മനസ്സിലായോ. റോ വാല്യൂ 1, കോളം വാല്യൂ 1 വരുന്ന ഏതാന്ന് നോക്കുക. അവിടെ എന്ത് ചെയ്യണം, ഇപ്പം കിട്ടിയിരിക്കുന്ന ജെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഏതാണ്, 2. കോളത്തിന്റെ വാല്യൂ ആണ്. കോളം ഇൻഡെക്സ് എഴുതണ്ട നോൺ സീറോ എലിമെന്റിന്റെ. ആ 2 ഇവിടെ എഴുതും. നെക്സ്റ്റ് എന്താ എഴുതണ്ടേ, സി ഓഫ് കെ 2. സി ഓഫ് കെ 2 എന്ന് പറയുമ്പോൾ കെയുടെ വാല്യൂ 1 1ഉം സി ഓഫ് 1 2ന്റെ അകത്ത് പോകും. 1 2ന്റെ അകത്ത് എന്ത് വേണം, എ ഓഫ് ഐ ജെ. എ ഓഫ് ഐ ജെ എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും, എ ഓഫ് 0 2 ഇറ്റ് ഈസ് ഈക്വൽ ടു 2. ഈ 2നെയാണ് ഇവിടെ കൊണ്ടുവെക്കുന്നത്. അപ്പൊ മനസ്സിലായോ, ഇവിടെ നോൺ സീറോ വാല്യൂവിന്റെ റോ വാല്യൂ, റോ ഇൻഡെക്സ്, കോളം ഇൻഡെക്സ്, നോൺ സീറോ വാല്യൂ സ്റ്റോർ ചെയ്യാൻ. മനസ്സിലായോ. പിന്നെ എന്ത് ചെയ്യും, ഇവിടെ വരെ എക്സിക്യൂട്ട് ചെയ്തു. എക്സിക്യൂട്ട് ചെയ്ത് നേരെ ഇത് ഇങ്ങോട്ട് വരും. ഇങ്ങോട്ട് വരുമ്പോൾ ജെയുടെ വാല്യൂ ഇൻക്രിമെന്റ് ആണ്. ജെയുടെ വാല്യൂ എത്ര, 3 ആവും. ഓക്കെ, ജെയുടെ വാല്യൂ 3 ആയി. കണ്ടീഷൻ ചെക്ക് ചെയ്തു ട്രൂ ആണ്. ട്രൂ ആണെങ്കിൽ നേരെ അങ്ങോട്ട് പോകും. എ ഓഫ് 0 3 എടുക്കും. 0 3 നോട്ട് ഈക്വൽ 0 ആണോ നോക്കും. ആ കണ്ടീഷൻ ഈസ് ഫോൾസ്. കണ്ടീഷൻ ഫോൾസ് ആയതുകൊണ്ട് അവിടെ എക്സിക്യൂട്ട് ചെയ്യത്തില്ല. നേരെ ഇത് ഇങ്ങോട്ട് വന്നു. ജെയുടെ വാല്യൂ ഇൻക്രിമെന്റ് ആയി 4 ആയി. ഇവിടെ കണ്ടീഷൻ നോക്കും. കണ്ടീഷൻ ഫോൾസ് ആണ്. കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ ഇത് ഈ 4ന്റെ ജെ ലൂപ്പിൽ നിന്ന്, ഈ 4 ലൂപ്പ് ജെ ഉള്ള 4 ലൂപ്പിൽ നിന്ന് വെളി വരും. വെളി വന്നു കഴിഞ്ഞാൽ നേരെ ഇത് പോകുന്നത് ഇങ്ങോട്ടാണ്, ഔട്ടർ 4 ലൂപ്പിലോട്ടാണ്. ഔട്ടർ 4 ലൂപ്പിന്റെ അത് ഐയുടെ വാല്യൂ എത്ര ആയിരുന്നു,
0 ആയിരുന്നു, അത് ഇൻക്രിമെന്റ് ആവും, 1 ആവും. മനസ്സിലായോ? 1 ആവും. 1 ആയിട്ട് ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യും, ട്രൂ ആണ്, ഇത് ഇങ്ങോട്ട് വരും പിന്നെ. ഓക്കെ, ഇവിടെ വരുമ്പോ പിന്നെ ജെയുടെ വാല്യൂ എന്താണ്? 0 ആണ്. അപ്പം നേരെ അങ്ങോട്ട് പോകും. if a of 1 0 എന്ന് പറയുമ്പോൾ ഇവിടെ വരും പിന്നെ. മനസ്സിലായി? 1 0 വന്നു, അത് നോട്ട് ഈക്വൽ ടു 0 ആണോ നോക്കും. അങ്ങനെ ഈ അറേയുടെ എല്ലാ എലിമെന്റ്സും നോക്കുവാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? 0 കെ ആണ്. ഇവിടെ ഒരു കാര്യം എഴുതാൻ വിട്ടുപോയി. ഇത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ കെയുടെ ഇൻഡെക്സ് ഒന്ന് കൂട്ടണം. കാരണം അടുത്ത റിസൾട്ട് സ്റ്റോർ ചെയ്യേണ്ടത് അടുത്ത ഇൻഡെക്സിലാണ്. അപ്പൊ അതുകൊണ്ട് കെയുടെ വാല്യൂ എന്ത് ചെയ്യണം? ഒന്ന് കൂട്ടണം. അപ്പം ഇവിടെ കെയുടെ വാല്യൂ അടുത്ത പൊസിഷനിലോട്ട് വരുന്നുണ്ട്. ആ പൊസിഷനിൽ വന്നു കഴിഞ്ഞിട്ട് ഇവിടെ നമ്മൾ നോക്കുന്ന ഇതാണ്, നോൺ സീറോ എലിമെന്റ് ആണെങ്കിൽ ആ നോൺ സീറോ എലിമെന്റിന്റെ റോ ഇൻഡെക്സും കോളം ഇൻഡെക്സും നമ്മൾ സ്റ്റോർ ചെയ്യും. റോ ഇൻഡെക്സ് എവിടെ? 0th കോളത്തിന്റെ അകത്ത് വെക്കും. കോളം ഇൻഡെക്സ് കോളം 1ന്റെ അകത്ത് കൊണ്ടുവെക്കും. കോളം 2ന്റെ അകത്തോ നോൺ സീറോ എലിമെന്റ്. ഇത്രയും സ്റ്റോർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത റോയ്ക്കകത്തോട്ട് അത് മൂവ് ചെയ്യും. അങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ഇതിന്റെ അകത്ത് നോൺ സീറോ എലിമെന്റ് ഉള്ള ഈ 3 എണ്ണത്തിനെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പം ഈ റോ 0 നമ്മൾ അവിടെ ഇട്ടിട്ടാണ് വന്നത്. നമ്മൾ അവിടെ ഒന്നും എഴുതിയില്ലായിരുന്നു. 0th റോയ്ക്കകത്ത് നമ്മൾ എഴുതണമെന്ന് പറഞ്ഞത് എന്റെ നമ്പർ ഓഫ് റോസ് ഇൻ ദ മെട്രിക്സ് ആണ്. അപ്പൊ അത് 4 എന്ന് എഴുതണം. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എം വാല്യൂ എന്ന് പറയുന്ന മെട്രിക്സിന്റെ റോ ആണ്. ഓക്കെ, 0 of 1 1. 0th റോ ഫസ്റ്റ് കോളത്തിനകത്ത് എഴുതേണ്ടത് നമ്പർ ഓഫ് കോളമാണ്. ഓക്കെ, അത് എഴുതുക. ഇനി C of 02 ന്റെ അകത്ത് എഴുതേണ്ടത് ദ നമ്പർ ഓഫ് നോൺ സീറോ വാല്യൂ ആണ്. അപ്പൊ ഇവിടെ കെ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്ത് ഫ്രണ്ടിലോട്ടാണ് നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് കെ ഓഫ് 02ന്റെ അവിടെ എന്ത് എഴുതണം? കെ ഓഫ് k-1 എന്ന് കൊടുക്കുക. നോൺ സീറോ എലിമെന്റ് ഇവിടെ അടുത്ത പൊസിഷനിലോട്ട്, അടുത്ത ഒരു റോയിലോട്ട് വന്നാണ് നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് a of 02 is equal to k-1 ആയിരിക്കും. മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പൊ ഇങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത്. ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു എക്സാമ്പിൾ ഇട്ടിട്ട് നിങ്ങൾ ഓരോന്നും, ഇപ്പൊ ഞാനൊരു ഫസ്റ്റ് റോ എടുത്ത് കാണിച്ചു, അതുപോലെ സെക്കൻഡ് റോ, തേർഡ് റോ ഇങ്ങനെ ചെയ്ത് നോക്കുക. അങ്ങനെ നിങ്ങൾക്ക് ഈ മെട്രിക്സ് കിട്ടുന്നുണ്ടോ നോക്കുക. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ അപ്ഡേറ്റ്സ് അറിയാൻ സബ്സ്ക്രൈബ് ആൻഡ് ബെൽ ഐക്കണിൽ പ്രസ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.